ഹലോ മച്ചമാരെ, ശ്രീമൂസിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ മമ്മൂട്ടിയാവാൻ പഠിക്കുക, അത് ഏത് വ്യക്തിക്കും ഉചിതമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം പലരും നമ്മളെ തകർക്കാൻ ശ്രമിക്കും, അവഗണിക്കും, നമ്മളെ കണ്ടില്ലെന്നടിക്കും, നമ്മളെ മോശമാക്കും. പക്ഷേ മമ്മൂട്ടിയെപ്പോലെ തന്നെ പിടിച്ചു നിൽക്കുക, തുടർച്ചയായി പരിശ്രമിക്കുക, വലിയ വിജയങ്ങളിലേക്ക് എത്തുക. അവസാനം എത്ര തഴഞ്ഞാലും വിജയം നമ്മളെ തേടിയെത്തുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് മമ്മൂട്ടി. 50 വർഷമായി മമ്മൂട്ടി മലയാള സിനിമയിൽ രാജാവായി വിലസുമ്പോഴും പത്മഭൂഷൺ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ പത്മഭൂഷൺ പോലെയുള്ള പല അവാർഡുകളും മമ്മൂട്ടിയെ തേടിയെത്താൻ വൈകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇക്കുറി മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു, എത്രത്തോളം അവഗണിക്കപ്പെട്ട വ്യക്തിയാണ് മമ്മൂട്ടി എന്നുള്ളത്. ഒരുപക്ഷെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു പത്മ പുരസ്കാരം ലഭിക്കാവുന്നതാണ്. പത്മവിഭൂഷൺ വേണമെങ്കിലും അന്ന് ലഭിക്കാവുന്നതാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്താണേലും ഫോർ എവർ ഗ്രേറ്റ്ഫുൾ, ഫോർ എവർ പ്രൗഡ്, ദിസ് ഹോണർ ഫീൽസ് പേഴ്സണൽ, പത്മഭൂഷൺ ടു മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ മമ്മൂക്ക. ഇത് ഓരോ വ്യക്തിക്കും ഓരോ മലയാളിക്കും പറയാം എന്നുള്ളത് തന്നെയാണ്. അതെ, അത്രത്തോളം ഗംഭീരമാണ്. ഇന്ന് 7ാമത്തെ സംസ്ഥാന അവാർഡ് വാങ്ങുന്ന അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരവും അനൗൺസ് ചെയ്യുന്നു. അതെ, 7 മികച്ച സംസ്ഥാന അവാർഡുകൾ, 3ഓളം മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ, ഇതിനു പുറമെ ഒരുപാട് അവാർഡുകളും. ഇവിടെ പത്മഭൂഷൺ നൽകാൻ വൈകി എന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ മമ്മൂട്ടി ആകാൻ പഠിക്കുക. എത്രത്തോളം തഴഞ്ഞപ്പോഴും എത്രത്തോളം വാട്ടാൻ ശ്രമിച്ചപ്പോഴും അല്ലെങ്കിൽ പലരെയും അതിന് മുന്നിൽ കയറ്റി വിടുകയും ഒക്കെ ചെയ്യപ്പോഴും ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു, മമ്മൂട്ടി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ആ ഒരു കാഴ്ചയിൽ ഒരു കാര്യം എടുത്തു പറയാം, തളരാതെ പതറാതെ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പലരും തകർക്കാൻ ശ്രമിച്ചു, തളർത്താൻ ശ്രമിച്ചു, തളർന്നില്ല എന്നുള്ളത് മാത്രമാണ്. പുതിയ രീതികളിൽ അയാളെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഈ ഒരു മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ പോലും ഇങ്ങനെ ഒരു ആക്ടർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ ചർച്ചാ വിഷയമാണ്. സൂപ്പർ താരങ്ങൾ വിലസുമ്പോൾ അവിടെ നിന്ന് ഏറെ വ്യത്യസ്തതയോടെ മമ്മൂട്ടി പല വേഷങ്ങളിലേക്കും വേഷപ്പകർച്ച അല്ലെങ്കിൽ അങ്ങ് മാറുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പരകായ പ്രവേശത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. അത് അദ്ദേഹത്തിൻ്റെ സമകാലീനരോ അല്ലെങ്കിൽ ഇന്ന് സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴും സൂപ്പർ താരങ്ങളാകാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ലെവലിൽ വേഗതയിൽ മമ്മൂട്ടി ചെയ്യുന്നു. യൂത്തിനൊപ്പം അതിനേക്കാൾ ഒരു പിടി മുകളിൽ അവരെ വെല്ലുന്ന രീതിയിൽ നിൽക്കുന്ന ഏക നടൻ മമ്മൂട്ടി തന്നെയാണ്. അവസാനം ആ ഒരു കാര്യവും എത്തുകയാണ്, പത്മഭൂഷൺ മമ്മൂട്ടിയെ തേടിയെത്തുന്നു. എത്രത്തോളം അവഗണിച്ചപ്പോഴും അത് ഏത് രീതിയിലാണെങ്കിലും, കാലമോ ദേശമോ ഭാഷയോ ജാതിയോ എന്തിൻ്റെ മുകളിലാണെങ്കിൽ പോലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അങ്ങേർക്ക് അല്ലെങ്കിൽ അയാൾക്ക് അത് വന്നു ചേർന്നപ്പെട്ടു. അതായത് ഒരിക്കലും നമുക്ക് തകർക്കാൻ കഴിയില്ല. പലവട്ടം പലരും തകർക്കാൻ ശ്രമിക്കുമ്പോഴും തകരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആ ഒരു വിൽ പവർ തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെ. ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ എത്രയോ വട്ടം അത് പരാതികളും പരിഭവങ്ങളുമായി വന്നേനെ. ഒരിക്കൽ പോലും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ ഏത് വർഷമെടുത്താലും ഒരു ദേശീയ അവാർഡാണേലും സംസ്ഥാന അവാർഡാണേലും ഇതേപോലെയുള്ള പുരസ്കാരങ്ങളാണേലും അതിലെല്ലാം ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഇത് മമ്മൂട്ടിക്കുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം വരുമ്പോൾ മലയാളികൾ മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കപ്പെടുന്നവരും ഒക്കെ സന്തോഷിക്കുകയാണ്. കാരണം അംഗീകരിക്കപ്പെടേണ്ട, അർഹിക്കപ്പെടുന്ന ഒരു കൈകളിലേക്ക് വന്നു ചേരാൻ എത്ര ദുഷ്ടനും ചിന്തിക്കും. അതായത് അത് അങ്ങനെ തന്നെ കിട്ടണമെന്നുള്ളത്. അതായത് ടോക്സിക് മമ്മൂട്ടി എതിരാളികളെയും ടോക്സിക് ആയിട്ടുള്ള ആളുകളെയും ബേസ് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവർക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇത് അയാൾക്ക് ലഭിക്കണം എന്നുള്ളത്. അത് തന്നെ ഇന്ന് നേടുകയാണ്. അതെ, തഴയാൻ കഴിയാത്ത ഒരു ദിവസം വരും എല്ലാവരുടെയും ജീവിതം. ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങൾ കുഞ്ഞുനാൾ മുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും. ചിലർക്ക് ഭാഗ്യമുണ്ടാകാം, ഒരിക്കൽ പോലും തഴയപ്പെടാതെ കൈയുടെ വിളയിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടാകാം. അവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരെന്തെങ്കിലും ആകുന്ന കാര്യങ്ങൾ അതെല്ലാ മേഖലയിലുമുണ്ട്, നമ്മുടെ ലൈഫിലുമുണ്ട്, ഒരു വീട്ടിൽ തന്നെയുമുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവഗണിക്കപ്പെട്ടും അല്ലെങ്കിൽ ഒന്നും ആകില്ല എന്നും നിരാശരമായി നിൽക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകാം. ലൈഫിൽ മമ്മൂട്ടിയാകുക എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ബ്രോസ്.